അപ്പോൾ അതാ ആദ്യം തന്നെ നമ്മൾ അരി ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് വെള്ളം വെച്ച് അത് നന്നായി തിളച്ച് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടെ ഇടണം വെള്ളത്തിലേക്ക്. ശേഷം നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി കൂടി ഇട്ട് കൊടുക്കാം. അരി ഒരു 80% വേവായാൽ മതിയായിരിക്കും. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് നെയ്ച്ചോറിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം കുറച്ച് ഒരു 80% വേവായാൽ മതി. ഞാനിവിടെ ബസ്മതി റൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അരി ഇവിടെ നിന്ന് വേകട്ടെ. ഈ സമയം നമുക്ക് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിതാ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാള നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതുകൂടി നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. ഈ ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയിൽ ആകെ ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സ് ഈ ഒരു ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. ബാക്കിയെല്ലാം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ഫ്രൈ ചെയ്ത ഒനിയൻസാണ് നമുക്ക് നന്നായിട്ടൊരു ടേസ്റ്റ് നെയ്ച്ചോറിന് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, ഉള്ളി ഇതാ ഫ്രൈ ആയി. ഞാനിതൊരു കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാനായിട്ട് പോവാണ്. ശേഷം നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ഫൈനൽ സ്റ്റെപ്പാണിത്. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. അതുകൊണ്ട് ഇതിന് കളറ് കുറവാണെന്നുണ്ടെങ്കിലും നല്ലൊരു ഫ്ലേവർഫുള്ളായിട്ടുള്ള നെയ്യാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് നെയ്യേ ചേർക്കുന്നുള്ളൂ. ശേഷം എന്താ കട്ട് ചെയ്ത് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഒരുവിധം ജസ്റ്റ് ഒന്ന് ഇതായി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ചെറിയ സവാള കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്നും ഒരുപാട് ഫ്രൈ ആവണമെന്നില്ല. ജസ്റ്റ് ഒന്ന് ആ ഒരു പച്ചമണം ഒന്ന് പോയി കിട്ടിയാൽ മാത്രം മതി നമുക്ക്. അതിന് ശേഷം ഒരു കുറച്ച് മല്ലിയില കട്ട് ചെയ്തുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഉള്ളി, പച്ചമുളക്, മല്ലിയില ഇതൊന്നും തന്നെ ഒരുപാട് ഫ്രൈ ആയി പോകാനായിട്ട് പാടില്ല. കാരണം ആ ഒരു പച്ച ടേസ്റ്റ് നിൽക്കുമ്പോഴാണ് മല്ലിയുടെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് കിട്ടുന്നത്. ശേഷം ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നല്ല ഫ്രൈ ചെയ്ത് വെച്ച ഒനിയൻസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മുടെ സിമ്പിളായിട്ടുള്ള നെയ്ച്ചോറ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് ഞാൻ ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അടിപൊളി നെയ്ച്ചോറ് റെഡിയായി. ഞാനിതാ പപ്പടം, ചിക്കൻ കറി, സാലഡ് ഇതിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.